ഡിയർ സ്റ്റുഡൻസ്, നമ്മളപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് നമ്മൾ സോഡിയത്തെക്കുറിച്ചായിരുന്നു. സോഡിയത്തിൻ്റെ എക്സ്ട്രാക്ഷനും സോഡിയം ഫോം ചെയ്യുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെഗ്നീഷ്യം ഫോം ചെയ്യുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ. അതിലാദ്യം നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് മെഗ്നീഷ്യം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് അറിയാൻ നമുക്ക് ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം, റേഡിയം. ഓക്കെ, അതിലത്തെ മെഗ്നീഷ്യത്തിൻ്റെ എക്സ്ട്രാക്ഷനാണ് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെഗ്നീഷ്യം എക്സ്ട്രാക്ട് ചെയ്യുന്നത് മെഗ്നീഷ്യം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് നടത്തിയിട്ടാണ്. MgCl3യെ ഇലക്ട്രോളിസിസ് നടത്തിയിട്ടാണ് സാധാരണ മെഗ്നീഷ്യം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഈ മെഗ്നീഷ്യം ക്ലോറൈഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. ആദ്യം മെഗ്നീഷ്യം ക്ലോറൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി, ആദ്യം മെഗ്നീഷ്യം കാർബണേറ്റ് എടുത്ത് മെഗ്നീഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ മെഗ്നീഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ മെഗ്നീഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. മെഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഗ്നീഷ്യം ഓക്സൈഡിനെ നിങ്ങൾ കാർബണിൻ്റെയും ക്ലോറിൻ്റെയും പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, കാർബണും ക്ലോറിനും ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെഗ്നീഷ്യം ക്ലോറൈഡ് MgCl2 പ്ലസ് കാർബൺ മോണോക്സൈഡ്. മെഗ്നീഷ്യം ക്ലോറൈഡും കാർബൺ മോണോക്സൈഡും ഫോം ചെയ്യുന്നു. ഈ ഫോം ചെയ്യുന്ന മെഗ്നീഷ്യം ക്ലോറൈഡിനെ അടുത്തായിട്ട് നമുക്ക് ഇലക്ട്രോളിസിസ് നടത്തണം. സോ ഇലക്ട്രോളിസിസ് ഓഫ് മെഗ്നീഷ്യം ക്ലോറൈഡ് ആണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, മെഗ്നീഷ്യം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് നടത്തുന്നു. ഇലക്ട്രോളിസിസ് ഓഫ് MgCl2ന് ഇലക്ട്രോളിസിസ് നടത്തുക എന്ന് പറയുമ്പോൾ MgCl2ൻ്റെ ഫ്യൂസ്ഡ് മിക്സർ ആയിരിക്കും നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക. ഓക്കെ, മോൾട്ടൺ ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. മെഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ ഫ്യൂസറായിട്ടുള്ള മിക്സർ, മെഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ ഒരു മോൾട്ടൺ സൊല്യൂഷൻ ആയിരിക്കും നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് Mg2+ അയോണുകൾ ഉണ്ടായിരിക്കും, അതേപോലെ 2Cl- അയോണുകളും ഉണ്ടായിരിക്കും. Mg2+ അയോണുകളും Cl- അയോണുകളും ഉണ്ടാവും. ഇതിലാദ്യം നമ്മൾ പറയാൻ പോകുന്നത് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ആനോഡിലേക്ക് വരുന്ന അയോണുകൾ ആനോഡ് പോസിറ്റീവ്ലി ചാർജഡ് ആയതുകൊണ്ട് അതിലേക്ക് വരുന്ന അയോൺ നെഗറ്റീവ്ലി ചാർജഡ് അയോൺ ആയിരിക്കും. സോ അതിലേക്ക് വരുന്നത് Cl- അയോൺ ആയിരിക്കും. അപ്പോൾ ഈ Cl- അയോൺ ഇവിടെ വെച്ച് 2Cl- ഓക്കെ എന്ത് സംഭവിക്കും? ഓക്സിഡൈസ് ചെയ്യും. ഓക്സിഡൈസ് ചെയ്ത് Cl2 + 2 ഇലക്ട്രോൺ എന്നായിട്ട് മാറും. ഇനി കാഥോഡ് നെഗറ്റീവ്ലി ചാർജഡ് ആണ്. നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള കാഥോഡിലേക്ക് വരുന്നത് പോസിറ്റീവായിട്ടുള്ള Mg2+ അയോൺ ആയിരിക്കും. സോ അത് കാഥോഡിൽ വെച്ച് റിഡക്ഷൻ നടക്കും. Mg2+ + 2 ഇലക്ട്രോൺ ഗീവ്സ് Mg എന്ന റിയാക്ഷൻ നടന്ന് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, മെഗ്നീഷ്യം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെഗ്നീഷ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മെഗ്നീഷ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡൗസ് പ്രോസസ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഡൗസ് പ്രോസസ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. മെഗ്നീഷ്യം ക്ലോറൈഡിൽ നിന്ന് മെഗ്നീഷ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഇലക്ട്രോളിസിസ് മെത്തേഡിനെ, ഇത്രയും വരുന്ന ഇലക്ട്രോളിസിസ് മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡൗസ് പ്രോസസ്സ്. ഓക്കെ, ഇതാണ് മെഗ്നീഷ്യത്തിൻ്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൽ ഒന്നാമതായിട്ട് പറയുന്നത്. ഇനി മെഗ്നീഷ്യത്തിൻ്റെ എക്സ്ട്രാക്ഷനിലത്തെ രണ്ടാമത്തെ കാണിച്ചു തരാം. മെഗ്നീഷ്യത്തിൻ്റെ രണ്ടാമത്തെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ എടുക്കേണ്ടത് ആദ്യം ഡോളോമൈറ്റ് ആദ്യം എടുക്കണം. ഓക്കെ, ഡോളോമൈറ്റ്. ഓക്കെ, എന്താണ് ഡോളോമൈറ്റിൻ്റെ ഫോർമുല? ഡോളോമൈറ്റിൻ്റെ ഫോർമുല MgCO3.CaCO3. MgCO3.CaCO3. ഓക്കെ, മെഗ്നീഷ്യം കാർബണേറ്റും കാൽഷ്യം കാർബണേറ്റും ചേർന്നതാണ് ഡോളോമൈറ്റ്. ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഡോളോമൈറ്റ് എടുത്തിട്ട് ഡോളോമൈറ്റ് നിങ്ങൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ MgCO3.CaCO3 ഗീവ്സ് MgO മെഗ്നീഷ്യം ഓക്സൈഡ് ഡോട്ട് കാൽഷ്യം ഓക്സൈഡ്. ഓക്കെ, മെഗ്നീഷ്യം ഓക്സൈഡ് കാൽഷ്യം ഓക്സൈഡ് പ്ലസ് 2CO2 എന്ന് ഫോം ചെയ്യും. 2CO2. അപ്പോൾ മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെയും കാൽഷ്യം ഓക്സൈഡിൻ്റെയും ആദ്യം ഒരു മിക്സ്ചർ ഫോം ചെയ്യുന്നു. അത് ഫോം ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഈ മെഗ്നീഷ്യം ഓക്സൈഡും കാൽഷ്യം ഓക്സൈഡും ചേർന്ന മിക്സ്ചറിലേക്ക് ഫെറോസിലിക്കൺ എന്ന് പറയുന്ന ഒരു അലോയ് ആഡ് ചെയ്യണം. ഫെറോസിലിക്കണിൻ്റെ ഫോർമുല FeSi എന്ന് പറയുന്ന ഫെറോസിലിക്കൺ എന്ന് പറയുന്ന അലോയ് അതിലേക്ക് ആഡ് ചെയ്യാണ്. അങ്ങനെ ഫെറോസിലിക്കൺ എന്ന് പറയുന്ന അലോയ് ആഡ് ചെയ്യുമ്പോൾ ഇതുമായിട്ട് ഇവൻ റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് അവിടെ ഫോം ചെയ്യുന്നത് മെഗ്നീഷ്യം ഫോം ചെയ്യുന്നു. ഓക്കെ, ദെൻ അടുത്തത്
ഇവിടെ അയൺ ഫോം ചെയ്യുന്നു. ദെൻ കാൽഷ്യം സിലിക്കേറ്റ് CaSiO3 CaSiO3 എന്ന് ഫോം ചെയ്യുന്നു. CaSiO3. അപ്പോൾ ഇവിടെ നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഇവിടെ 2MgO.CaO. ഓക്കെ, അപ്പോൾ 2Mg 2Fe ഡോട്ട് CaSiO4. ഓക്കെ, CaSiO4 കാൽഷ്യം സിലിക്കേറ്റ് CaSiO4 ഫോം ചെയ്യും. ഇങ്ങനെയായിരിക്കും നമുക്ക് റിയാക്ഷൻ വരുന്നത്. അപ്പോൾ മെഗ്നീഷ്യം ഓക്സൈഡും കാൽഷ്യം ഓക്സൈഡും ചേർന്ന മിക്സറിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നത് FeSi ആണ്. ഈ FeSi എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫെറോ സിലിക്കൺ എന്നാണ് വിളിക്കുന്നത്. ഫെറോ സിലിക്കൺ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒന്ന് മെഗ്നീഷ്യം ഫോം ചെയ്യുന്നു. മെഗ്നീഷ്യത്തിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തത്. ദെൻ അതിനോടൊപ്പം ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അയൺ ഫോം ചെയ്യുന്നു, കാൽഷ്യം സിലിക്കേറ്റ് ഫോം ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾക്ക് പ്രൊഡക്ട്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മുടെ മെഗ്നീഷ്യത്തിൻ്റെ കംപ്ലീറ്റ് എക്സ്ട്രാക്ഷൻ കഴിഞ്ഞു. ഇനി മെഗ്നീഷ്യത്തിൻ്റെ 2 പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കി നോക്കാം. എങ്ങനെയാണ് മെഗ്നീഷ്യം എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ഓക്കെ, മെഗ്നീഷ്യത്തിൻ്റെ എയറുമായിട്ടുള്ള റിയാക്ഷൻ Mg+O2. മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ 2Mg+O2 ഗീവ്സ് 2MgO എന്ന് വരും. മെഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ മെഗ്നീഷ്യം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് മെഗ്നീഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, 2MgO പ്ലസ് C എന്നായിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, അതായത് മെഗ്നീഷ്യം ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് മെഗ്നീഷ്യം ഓക്സൈഡും കാർബൺ ആയിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് ഈ പൊസിഷനിൽ വരുമ്പോൾ നോക്കുക, ഇവിടെ മെഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. ഇവിടേക്ക് വന്നപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. ഇവിടുത്തെ കാർബൺ ഡൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4, കാർബൺ ഡൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. അപ്പോൾ ഈ റിയാക്ഷനിൽ സംഭവിച്ചിരിക്കുന്നത് മെഗ്നീഷ്യം ഓക്സിഡൈസ് ചെയ്തിരിക്കുകയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, മെഗ്നീഷ്യം എന്ന് പറയുന്നത് മെഗ്നീഷ്യത്തിൻ്റെ റെഡ്യൂസിങ് നേച്ചർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ റെഡ്യൂസിങ് നേച്ചർ കാർബണിൻ്റെ റെഡ്യൂസിങ് നേച്ചറിനേക്കാൾ കൂടുതലായിരിക്കും. റെഡ്യൂസിങ് നേച്ചർ കൂടുതലായതുകൊണ്ടാണ് ഇവൻ ഓക്സിഡൈസ് ചെയ്തതും കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്തതും. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ +4 എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയി മാറി എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കാരണക്കാരനായിട്ടുള്ളത് മെഗ്നീഷ്യമാണ്. സോ മെഗ്നീഷ്യത്തിൻ്റെ റെഡ്യൂസിങ് നേച്ചർ കൂടുതലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മെഗ്നീഷ്യത്തിന് കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പോയിന്റ്, മെഗ്നീഷ്യത്തിൻ്റെ റെഡ്യൂസിങ് നേച്ചറും കാർബണിൻ്റെ റെഡ്യൂസിങ് നേച്ചറും കൂടുമ്പോൾ മെഗ്നീഷ്യത്തിനായിരിക്കും റെഡ്യൂസിങ് നേച്ചർ കൂടുതലുള്ളത്. ഓക്കെ, മെഗ്നീഷ്യത്തിൻ്റെ റെഡ്യൂസിങ് നേച്ചർ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മെഗ്നീഷ്യത്തെക്കുറിച്ച് കുറച്ച് പോയിന്റുകൾ പറഞ്ഞു, എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി നോക്കി. ഇനി അടുത്ത് നമുക്കിതിൻ്റെ യൂസസ് നോക്കാം. ഓക്കെ, മെഗ്നീഷ്യത്തിൻ്റെ യൂസസിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവൻ ഫോം ചെയ്യുന്ന അലോയാണ്. മെഗ്നീഷ്യത്തിന് അലോയ്സ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. മെഗ്നീഷ്യം ഫോം ചെയ്യുന്ന അലോയികളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അലോയാണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ട് ഒരു അലോയ് ഉണ്ട്. ഓക്കെ, ഇലക്ട്രോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന അലോയാണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലോയ് ഉണ്ട്. ഈ അലോയിലത്തെ മെഗ്നീഷ്യത്തിൻ്റെ പെർസെൻറ്റേജ് 95% മെഗ്നീഷ്യം പ്രസൻ്റ് ആയിരിക്കും. ദെൻ 5% സിങ്ക് ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. 95% മെഗ്നീഷ്യവും 5% സിങ്കും പ്രസൻ്റ് ആയിട്ടുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ അലോയ് എന്നാണ് വിളിക്കുക. ഇത് കൂടാതെ രണ്ടാമത്തെ അലോയാണ് മെഗ്നാലിയം എന്ന് പറഞ്ഞിട്ടൊരു അലോയ് ഉണ്ട്. ഓക്കെ, മെഗ്നാലിയം എന്ന് പറയുന്ന അലോയ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം 1 to 15%, ഓക്കെ, 1 to 15% മെഗ്നീഷ്യം പ്രസൻ്റ് ആയിരിക്കും. 1 to 15% മെഗ്നീഷ്യം. ദെൻ 85 to 99% അലുമിനിയം പ്രസൻ്റ് ആയിരിക്കും. സോ അലുമിനിയവും മെഗ്നീഷ്യം പ്രസൻ്റ് ആയിട്ടുള്ള അലോയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഗ്നാലിയം. ദെൻ മെഗ്നീഷ്യം സിങ്ക് മാത്രം പ്രസൻ്റ് ആയിട്ടുള്ള അലോയിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ. ഓക്കെ,
പിന്നെ മെഗ്നീഷ്യത്തിൻ്റെ പ്രധാനമായിട്ട് അടുത്തൊരു യൂസ് വരുന്നത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഗ്രിഗ്നാഡ് റിയാജൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു റിയാജൻ്റ് പഠിക്കുന്നുണ്ട്. ഗ്രിഗ്നാഡ് റിയാജൻ്റ് നമ്മൾ സെക്കൻഡ് ഇയറിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പഠിക്കും. ഓക്കെ, ഗ്രിഗ്നാഡ് റിയാജൻ്റ്. ആ ഗ്രിഗ്നാഡ് റിയാജൻറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മെഗ്നീഷ്യം ഉപയോഗിക്കുന്നു. ഓക്കെ, ഗ്രിഗ്നാഡ് റിയാജൻറ്റ്. ഓക്കെ, മെഗ്നീഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു യൂസാണ് ഗ്രിഗ്നാഡ് റിയാജൻറ്റിൻ്റെ പ്രിപ്പറേഷൻ. ഓക്കെ, ഗ്രിഗ്നാഡ് റിയാജൻറ്റിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. CH3Mg ഓക്കെ, മീത്തൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്. മീത്തൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ഇതൊരു ഗ്രിഗ്നാഡ് റിയാജൻ്റ് ആണ്. മീത്തൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ഓക്കെ ഈസ് എ ഗ്രിഗ്നാഡ് റിയാജൻറ്റ്. ഇത്തരത്തിലുള്ള ഗ്രിഗ്നാഡ് റിയാജൻറ്റുകളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? മെഗ്നീഷ്യം ഉപയോഗിക്കാറുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ മെഗ്നീഷ്യത്തിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള യൂസസ് വരുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ പ്രധാനമായിട്ടും മെഗ്നീഷ്യത്തിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞ പോയിന്റുകൾ എന്ന് പറയുന്നത് മെഗ്നീഷ്യത്തിൻ്റെ ആദ്യം എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് പറഞ്ഞു. എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൽ പറഞ്ഞത് മെഗ്നീഷ്യം ക്ലോറൈഡിൽ നിന്ന് ഇലക്ട്രോളിസിസ് നടത്തിയിട്ടാണ് മെഗ്നീഷ്യം എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇലക്ട്രോളിസിസ് നടത്തുന്ന സമയത്ത് എങ്ങനെയാണ് മെഗ്നീഷ്യം ക്ലോറൈഡ് കിട്ടുന്നത് എന്ന് ആദ്യം പറയണം. ഓക്കെ, മെഗ്നീഷ്യം ക്ലോറൈഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മെഗ്നീഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്താൽ മെഗ്നീഷ്യം ഓക്സൈഡ് ആവും. ആ മെഗ്നീഷ്യം ഓക്സൈഡിലേക്ക് കാർബണും ക്ലോറിനും വെച്ച് വീണ്ടും ഹീറ്റ് ചെയ്ത് മെഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാക്കും. ആ മെഗ്നീഷ്യം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് നടത്തുകയാണ്. ഈ ഇലക്ട്രോളിസിസ് പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡൗസ് പ്രോസസ് എന്നാണ്. അങ്ങനെ ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ കാഥോഡിൽ നമുക്ക് മെഗ്നീഷ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ദെൻ അടുത്തത് ഡോളോമൈറ്റ്. ഡോളോമൈറ്റിൻ്റെ ഫോർമുല മെഗ്നീഷ്യം കാർബണേറ്റ് ഡോട്ട് കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, അവനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ മെഗ്നീഷ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഒരു ഓക്സൈഡിൻ്റെ കോമ്പോസിഷൻ ഫോം ചെയ്യും. അതിലേക്ക് ഫെറോ സിലിക്കൺ എന്നുള്ള അലോയ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് മെഗ്നീഷ്യം എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അതായത് മെഗ്നീഷ്യം ഓക്സിജനിൽ കമ്പഷൻ നടക്കുന്നു, എന്നിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. പൗഡേർഡ് ആയിട്ടുള്ള മെഗ്നീഷ്യം ഓക്സൈഡ് ആയിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ ഇനി മെഗ്നീഷ്യം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസിലും കമ്പഷൻ നടക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. മെഗ്നീഷ്യം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസിലും കമ്പഷൻ നടന്ന് മെഗ്നീഷ്യം ഓക്സൈഡ് പൗഡേർഡ് ഫോമിൽ ഫോം ചെയ്യുന്നു. ഓക്കെ, ഇവിടെ കാരണം പറഞ്ഞത് റെഡ്യൂസിങ് നേച്ചർ മെഗ്നീഷ്യത്തിന് കാർബണിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ് ഈ റിയാക്ഷൻ ഇങ്ങനെ നടക്കുന്നത്. ദെൻ അടുത്തത് യൂസസ് ഓഫ് മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തിൻ്റെ യൂസസ് നോക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ വരുന്നത് അലോയികളാണ്. അലോയികളിലത്തെ ആദ്യത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്ന അലോയ് ഉണ്ട്, രണ്ടാമത്തെ മെഗ്നാലിയം എന്ന് പറയുന്ന അലോയ് ഉണ്ട്. ഇലക്ട്രോൺ എന്ന് പറയുന്ന അലോയിൽ പ്രസൻറ്റ് ആയിരിക്കുന്നത് 95% മെഗ്നീഷ്യം, 5% സിങ്ക്. ദെൻ മെഗ്നാലിയത്തിൽ പ്രസൻറ്റ് ആയിരിക്കുന്നത് 1 to 15% മെഗ്നീഷ്യം, 85 to 99% അലുമിനിയം. ഓക്കെ, ഇത്രയാണ് നമുക്ക് വരുന്നത്. ദെൻ ഗ്രിഗ്നാഡ് റിയാജൻറ്റിന് വേണ്ടിയിട്ടും നമ്മൾ ഏത് ഉപയോഗിക്കുന്നുണ്ട്? മെഗ്നീഷ്യം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെഗ്നീഷ്യത്തിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് മെഗ്നീഷ്യം ക്ലോറൈഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടത് മെഗ്നീഷ്യത്തിൻ്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സായിരുന്നു. ഇനി മെഗ്നീഷ്യം ക്ലോറൈഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മെഗ്നീഷ്യത്തിൻ്റെ കോമ്പൗണ്ടുകളിൽ ഒന്നാമത്തെ കോമ്പൗണ്ടായിട്ടുള്ള മെഗ്നീഷ്യം ക്ലോറൈഡ്. മെഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ ഫോർമുല MgCl2, മെഗ്നീഷ്യം ക്ലോറൈഡ്. ഓക്കെ, ഈ മെഗ്നീഷ്യം ക്ലോറൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മെഗ്നീഷ്യം കാർബണേറ്റ് പ്ലസ് 2HCl. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ ഫോം ചെയ്യുന്നത് മെഗ്നീഷ്യം ക്ലോറൈഡ് MgCl2 പ്ലസ് H2O പ്ലസ് CO2 കാർബൺ ഡൈ ഓക്സൈഡ്. ഇങ്ങനെയാണ് മെഗ്നീഷ്യം ക്ലോറൈഡ് ഫോം ചെയ്യുന്നത്. ഈ മെഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് ഹൈലി ഡെലിക്വസൻറ്റ്. ഓക്കെ, വാട്ടറിനെ എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ അബ്സോർബ് ചെയ്തിട്ട് എന്തായിട്ട് നിൽക്കും? മെഗ്നീഷ്യം ക്ലോറൈഡ് MgCl2 ഡോട്ട് 6H2O. ഓക്കെ, മെഗ്നീഷ്യം ക്ലോറൈഡ് MgCl2 ഡോട്ട് 6H2O. ഇതാണ് ഇവൻ്റെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് ഇവരെ ഡയറക്റ്റായിട്ട് ഹീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതായത് മെഗ്നീഷ്യത്തിനെ നമ്മൾ ക്ലോറിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് മെഗ്നീഷ്യം ക്ലോറിൻ വെച്ച് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? MgCl2 എന്നായിട്ട് മാറും. ഇതാണ് രണ്ടാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ്, അതായത് ഡയറക്റ്റ് ഹീറ്റിംഗ് വഴി മെഗ്നീഷ്യം ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറുക? മെഗ്നീഷ്യം ക്ലോറൈഡ് ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് രണ്ട് മെത്തേഡ്. ഇനി ഈ മെഗ്നീഷ്യം ക്ലോറൈഡ് MgCl2 ഡോട്ട് 6H2O പറഞ്ഞല്ലോ, ഹെക്സാഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ 6H2O അതെടുത്തിട്ട് നമ്മൾ അവനെ ഹീറ്റ് ചെയ്യാണ് എന്ന് വിചാരിക്കുക. മെഗ്നീഷ്യം ക്ലോറൈഡ് ഡോട്ട് 6H2O ഇവനെ നമുക്ക് ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് അൺഹൈഡ്രസ് ആയിട്ടുള്ള മെഗ്നീഷ്യം ക്ലോറൈഡ് പ്രൊഡ്യൂസ് ചെയ്യണം. അൺഹൈഡ്രസ് ആയിട്ടുള്ള മെഗ്നീഷ്യം ക്ലോറൈഡ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ HClയുടെ
HCl പ്രസൻസിൽ വേണം നിങ്ങൾ ഹീറ്റ് ചെയ്യാനായിട്ട്. കാരണം ഇവിടെ മെഗ്നീഷ്യം ക്ലോറൈഡ് H2Oയുമായിട്ട് 6H2Oയുമായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ MgCl2 പ്ലസ് 6H2O എന്നായിട്ട് മാറും. ഓക്കെ, വാട്ടർ വേപ്പറൈസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള HCl പ്രസൻസിലെല്ലാം റിയാക്ഷൻ നടത്തിയത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഗ്നീഷ്യം ക്ലോറൈഡ് വീണ്ടും ഉടനെ തന്നെ വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് മോയിസ്ചറിനെ അബ്സോർബ് ചെയ്തിട്ട് വീണ്ടും എന്തായിട്ട് മാറും MgCl2.6H2O ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന മെഗ്നീഷ്യം ക്ലോറൈഡ് വീണ്ടും മോയിസ്ചറിനെ അബ്സോർബ് ചെയ്ത് വീണ്ടും മെഗ്നീഷ്യം ക്ലോറൈഡ് ആയി മാറാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഫോം ചെയ്യുന്ന വാട്ടറിനെ മുഴുവൻ നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്ത് കളയണം. അപ്പോൾ ഈ ഫോം ചെയ്യുന്ന വാട്ടറിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തുന്നത്? ഡ്രൈ HCl പ്രസൻസിൽ റിയാക്ഷൻ നടത്തുന്നത്. അങ്ങനെ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? അൺഹൈഡ്രസ് ആയിട്ടുള്ള മെഗ്നീഷ്യം ക്ലോറൈഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് മെഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വരുന്നത്. ഓക്കെ, മെഗ്നീഷ്യം ക്ലോറൈഡ്. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് മെഗ്നീഷ്യം സൾഫേറ്റ്. ഓക്കെ, മെഗ്നീഷ്യം സൾഫേറ്റ് MgSO4. മെഗ്നീഷ്യം സൾഫേറ്റ് MgSO4. ഓക്കെ, ഈ മെഗ്നീഷ്യം സൾഫേറ്റിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കോമ്പൗണ്ടുകൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു തന്നിരുന്നു. ഒന്ന് കീസറൈറ്റ്. കീസറൈറ്റിൻ്റെ ഫോർമുല MgSO4.H2O എന്നാണ്. ഓക്കെ, കീസറൈറ്റ്. ദെൻ രണ്ടാമതായിട്ട് ഒരെണ്ണം കൂടിയും പറഞ്ഞിരുന്നു, എപ്സോമൈറ്റ്. ഓക്കെ, എപ്സോമൈറ്റ്. എപ്സോമൈറ്റിൻ്റെ ഫോർമുല MgSO4.7H2O എന്നായിരുന്നു എപ്സോമൈറ്റ്. ഓക്കെ, ഇങ്ങനെ രണ്ട് ഫോർമുലയാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്, കീസറൈറ്റ് ആൻഡ് എപ്സോമൈറ്റ്. ഇനി ഇവരുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് മെഗ്നീഷ്യം സൾഫേറ്റിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്. ഓക്കെ, മെഗ്നീഷ്യം സൾഫൈറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് മെഗ്നീഷ്യം കാർബണേറ്റിനെ H2SO4 റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. MgCO3 പ്ലസ് H2SO4. മെഗ്നീഷ്യം കാർബണേറ്റ് H2SO4 സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ ഫോം ചെയ്യുന്നത് മെഗ്നീഷ്യം സൾഫേറ്റ് ഫോം ചെയ്യും. ഓക്കെ, MgSO4 പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും പ്ലസ് H2O വാട്ടർ ഫോം ചെയ്യും. ഇതാണ് മെഗ്നീഷ്യം സൾഫേറ്റിൻ്റെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ്. അതായത് മെഗ്നീഷ്യം കാർബണേറ്റിലേക്ക് ഒരു ആസിഡ് ആഡ് ചെയ്യുന്നു. ഓക്കെ, H2SO4 ആഡ് ചെയ്യുന്നു. H2SO4 ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ സൾഫേറ്റ് വരുന്നു. സോ മെഗ്നീഷ്യം സൾഫേറ്റ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. ഇനി രണ്ടാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ്. ഓക്കെ, രണ്ടാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡായിട്ട് സാധാരണ നമ്മൾ പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അതായത് ഇവിടെ മെഗ്നീഷ്യത്തിൻ്റെ കോമ്പൗണ്ടിനെ മെഗ്നീഷ്യം ക്ലോറൈഡിനെ ഏതെങ്കിലും സൾഫേറ്റിൻ്റെ സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും സൾഫേറ്റിൻ്റെ സോൾട്ടുമായിട്ട്. സപ്പോസ് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കറിയാം പൊട്ടാസ്യം, സോഡിയം, അലുമിനിയം, മെഗ്നീഷ്യം, സിങ്ക്. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലുമിനിയം. ഇങ്ങനെയാണല്ലോ റിയാക്ടിവിറ്റി സീരീസ് വരുന്നത്. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മെഗ്നീഷ്യം കഴിഞ്ഞിട്ടാണ് അലുമിനിയം വരുന്നത്. സോ നമ്മൾ മെഗ്നീഷ്യത്തിൻ്റെ ഒരു കോമ്പൗണ്ടിനെ അലുമിനിയത്തിൻ്റെ ഒരു സൾഫേറ്റിലേക്ക് ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കും. അങ്ങനെ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഫോം ചെയ്യും? മെഗ്നീഷ്യം സൾഫേറ്റ് ഫോം ചെയ്യും പ്ലസ് AlCl3 ഫോം ചെയ്യും. ഓക്കെ, AlCl3 എന്ന് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്കൊരു റിയാക്ഷൻ നടത്തിക്കൊണ്ട് മെഗ്നീഷ്യം സൾഫേറ്റ് ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ രണ്ട് പ്രിപ്പറേഷൻ മെത്തേഡാണ്. ഒന്ന് മെഗ്നീഷ്യം കാർബണേറ്റിനെ H2SO4 റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ മെഗ്നീഷ്യം സൾഫേറ്റ് ആവും. അല്ലെങ്കിൽ പിന്നെ മെഗ്നീഷ്യത്തിൻ്റെ കോമ്പൗണ്ടുകളെ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ വഴി നമുക്ക് എന്ത് ഫോം ചെയ്യാം? മെഗ്നീഷ്യം സൾഫേറ്റ് ഫോം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത് ഈ മെഗ്നീഷ്യം സൾഫേറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. മെഗ്നീഷ്യം സൾഫേറ്റ് ഹീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. മെഗ്നീഷ്യം സൾഫേറ്റ് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകൾ ഒന്ന് മെഗ്നീഷ്യം ഓക്സൈഡ്, രണ്ട് സൾഫർ ഡൈ ഓക്സൈഡ്, ദെൻ ഓക്സിജൻ. ഇങ്ങനെയായിരിക്കും വരിക. മെഗ്നീഷ്യം സൾഫേറ്റിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് മെഗ്നീഷ്യം ഓക്സൈഡ്,
സൾഫർ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ. ഇങ്ങനെയായിരിക്കും അവൻ്റെ പ്രോപ്പർട്ടീസിലെ പ്രോപ്പർട്ടി വരും. ഇത് ഹീറ്റ് ചെയ്യുന്നത് 200 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. ഓക്കെ, 200 ഡിഗ്രി സെൽഷ്യസിൽ മെഗ്നീഷ്യം സൾഫേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ മെഗ്നീഷ്യം ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും ഓക്സിജനും ഫോം ചെയ്യുന്നു. ഓക്കെ, ഇതാണ് മെഗ്നീഷ്യം സൾഫേറ്റ്. ഇനി നമുക്ക് അടുത്തത് മെഗ്നീഷ്യത്തിൻ്റെ കോമ്പൗണ്ടുകൾ കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ വരാൻ പോകുന്നത് കാൽഷ്യത്തിൻ്റെ കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ നമ്മൾ മെഗ്നീഷ്യത്തിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞു, ദെൻ മെഗ്നീഷ്യത്തിൻ്റെ കോമ്പൗണ്ടുകൾ കഴിഞ്ഞു. ഇനി അടുത്തത് കാൽഷ്യത്തിൻ്റെ കോമ്പൗണ്ട്സ്. സോ നമ്മളപ്പോൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് കാൽഷ്യത്തിൻ്റെ കോമ്പൗണ്ട്സ്. കാൽഷ്യത്തിൻ്റെ ആദ്യം നമുക്ക് കാൽഷ്യം എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രോസസ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എക്സ്ട്രാക്ഷൻ ഓഫ് കാൽഷ്യം. എക്സ്ട്രാക്ഷൻ ഓഫ് കാൽഷ്യം. ഓക്കെ, മെഗ്നീഷ്യത്തിൻ്റെ എക്സ്ട്രാക്ഷൻ അറിയപ്പെട്ടിരുന്ന പേര് ഡൗസ് പ്രോസസ് എന്നായിരുന്നു. അവിടെ നമ്മൾ ചെയ്തത് മെഗ്നീഷ്യം ക്ലോറൈഡിന് ഇലക്ട്രോളിസിസ് നടത്താണ് ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എക്സ്ട്രാക്ഷൻ ഓഫ് കാൽഷ്യത്തിൽ കാൽഷ്യം ക്ലോറൈഡിനെ നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തും. സോ ഇലക്ട്രോളിസിസ് ഓഫ് കാൽഷ്യം ക്ലോറൈഡ് CaCl2നെ നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തുകയാണ്. കാൽഷ്യം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോളിസിസ് നടത്തുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ആനോഡിലെത്തിയും കാഥോഡിലെത്തിയും റിയാക്ഷൻ എങ്ങനെയായിരിക്കും വരിക? ആനോഡിലേക്ക് വരുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് അതിലേക്ക് Cl- അയോണുകളായിരിക്കും വരുന്നത്. സോ 2Cl- ഗീവ്സ് Cl2 + 2 ഇലക്ട്രോൺ എന്നായിരിക്കും വരിക ആനോഡിൽ. ദെൻ ഇനി അടുത്തത് കാഥോഡിലേക്ക് വരുന്നത് Ca2+ അയോണുകളായിരിക്കും. ഓക്കെ, കാഥോഡിലേക്ക് വരുന്നത് Ca2+ അയോണുകളായിരിക്കും. സോ Ca2+ + 2 ഇലക്ട്രോൺ ഗീവ്സ് Ca. ഓക്കെ, കാൽഷ്യം ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ റിഡക്ഷൻ നടന്നിട്ട് ഇവിടെ കാൽഷ്യം ഫോം ചെയ്യാണ്. ഇലക്ട്രോളിസിസ് വഴിയാണ് കാൽഷ്യം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോളിസിസ് വഴിയാണ് കാൽഷ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമതൊരു പ്രിപ്പറേഷൻ മെത്തേഡും കൂടി ഉണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് തെർമൈറ്റ് പ്രോസസ് എന്നാണ് വിളിക്കുക. തെർമൈറ്റ് പ്രോസസ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാവും തെർമൈറ്റ് പ്രോസസ്. തെർമൈറ്റ് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയം ഉപയോഗിച്ചുള്ള റിഡക്ഷൻ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമൈറ്റ് പ്രോസസ്. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡ് എടുത്തിട്ട് കാൽഷ്യം ഓക്സൈഡിനെ അലുമിനിയം ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തുകയാണ്. അപ്പോൾ 3CaO + Al ഗീവ്സ് 2Al ഗീവ്സ് Al2O3 + 3Ca കാൽഷ്യം. ഓക്കെ, അപ്പോൾ അലുമിനിയം ഉപയോഗിച്ചുള്ള റിഡക്ഷൻ പ്രോസസ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമൈറ്റ് പ്രോസസ്. തെർമൈറ്റ് പ്രോസസ്. അപ്പോൾ ഇവിടെ കാൽഷ്യം ഓക്സൈഡ് എടുത്തിട്ട് കാൽഷ്യം ഓക്സൈഡിനെ അലുമിനിയം ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തുക ചെയ്തേക്കണം. അപ്പോൾ അലുമിനിയം ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കാൽഷ്യം കിട്ടി. തെർമൈറ്റ് പ്രോസസ് എന്ന് വിളിക്കുക. അപ്പോൾ 2 മെത്തേഡുകളാണ് നമ്മൾ ചെയ്തത്. ഒന്ന് ഇലക്ട്രോളിസിസും 2 തെർമൈറ്റ് പ്രോസസ്സും. ഓക്കെ, ഇനി മൂന്നാമത്തെ മെത്തേഡിലേക്ക് വരാം. മൂന്നാമത്തെ മെത്തേഡല്ല, ഇനി അടുത്തതായിട്ട് നമ്മളായിട്ട് പറയാൻ പോകുന്നത് ഈ പറയുന്ന കാൽഷ്യത്തിൻ്റെ കോമ്പൗണ്ടുകളിലേക്കാണ് അടുത്തായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, കാൽഷ്യത്തിൻ്റെ കോമ്പൗണ്ടുകളിൽ നമ്മൾ ഏറ്റവും ആദ്യം നോക്കാൻ പോകുന്നത് കാൽഷ്യം ഓക്സൈഡ് ക്യുക്കലൈൻ. കാൽഷ്യം ഓക്സൈഡ് CaO ക്യുക്കലൈൻ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ക്യുക്കലൈമിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ് ഏറ്റവും ആദ്യം. ഓക്കെ, കാൽഷ്യം ഓക്സൈഡ് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കാൽഷ്യം കാർബണേറ്റിൻ്റെ തെർമൽ ഡീകമ്പോസിഷൻ വഴി. കാൽഷ്യം കാർബണേറ്റ് ഏകദേശം 1200 കെൽവിൻ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും. ഓക്കെ, കാൽഷ്യം ഓക്സൈഡ് + കാർബൺ ഡൈ ഓക്സൈഡ് ആവും. ഓക്കെ, പിന്നെ ഈ കാൽഷ്യത്തിനെ നമ്മൾ ഡയറക്റ്റായിട്ട് എന്തുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്? ഇപ്പോൾ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. ഹൈഡ്രജനുമായിട്ട്. ഓക്കെ, നേരത്തെ ഒരു റിയാക്ഷൻ കണ്ടീഷൻ വിട്ടുപോയത് പറയാണ്. കാൽഷ്യത്തിന് ഹൈഡ്രജനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് കാൽഷ്യം ഹൈഡ്രൈഡ് ആണ്. CaH2 കാൽഷ്യം ഹൈഡ്രൈഡ് ഫോം ചെയ്യും. ഇനി ഇതേപോലെ തന്നെ കാൽഷ്യം ഓക്സൈഡിനെ നമ്മൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH2. ഓക്കെ, ഈ കാൽഷ്യം ഹൈഡ്രൈഡിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഹൈഡ്രോലിത്ത്. കാൽഷ്യം ഹൈഡ്രൈഡിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഹൈഡ്രോലിത്ത്. ഓക്കെ, കാൽഷ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. കാൽഷ്യം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഫോം ചെയ്യുന്നത് ഹൈഡ്രോലിത്ത് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് നെക്സ്റ്റ് വൺ, കാൽഷ്യം ഓക്സൈഡ് സിലിക്കയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. CaO + SiO2 ഗീവ്സ് CaSiO3.
CaSiO3 എന്ന് പറയുന്ന കോമ്പൗണ്ട് വിളിക്കുന്ന പേര് കാൽഷ്യം സിലിക്കേറ്റ്. കാൽഷ്യം സിലിക്കേറ്റ്. ഓക്കെ, CaO plus SiO2 gives CaSiO3 കാൽഷ്യം സിലിക്കേറ്റ് എന്നാണ് വരുന്നത്. കാൽഷ്യം സിലിക്കേറ്റ്. ഓക്കെ, ഈ റിയാക്ഷൻ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റലർജിക്കൽ പ്രോസസ്സുകളിലാണ്. അതായത് അയേണിൻ്റെ എക്സ്ട്രാക്ഷൻ നടത്തുന്ന സമയത്ത്, ഓക്കെ, അയേണിനെ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റിൽ വെച്ചിട്ട് അയേണിൻ്റെ എക്സ്ട്രാക്ഷൻ നടത്തും. ആ അയേണിൻ്റെ എക്സ്ട്രാക്ഷൻ നടത്തുമ്പോൾ അവിടുത്തെ അയേണിലത്തെ ഓർ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹേമറ്റൈറ്റ് ആണ്. ഓക്കെ, അയേണിലത്തെ ഓർ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹേമറ്റൈറ്റ് ആണ്. ഈ ഹേമറ്റൈറ്റിൻ്റെ ഫോർമുല വരുന്നത് Fe2O3. Fe2O3. ഓക്കെ, ഈ Fe2O3യിൽ ഇമ്പ്യൂരിറ്റി ആയിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളത് SiO2 ആണ്, സിലിക്ക. SiO2 സിലിക്ക. ഓക്കെ, ഈ സിലിക്കാനെ ഇമ്പ്യൂരിറ്റീനെ നമ്മൾ സാധാരണ വിളിക്കുന്നത് ഗ്യാങ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇമ്പ്യൂരിറ്റീനെ നമ്മൾ സാധാരണ വിളിക്കാറുള്ളത് ഗ്യാങ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ SiO2 എന്ന് പറയുന്നത് അയേണിൻ്റെ പ്രിപ്പറേഷനിൽ ഗ്യാങ് പാർട്ടിക്കിൾ ആയിട്ടാണ് കിടക്കുന്നത്. സോ നമുക്ക് ആ ഗ്യാങ് പാർട്ടിക്കിളിനെ റിമൂവ് ചെയ്യണം. ഗ്യാങ് പാർട്ടിക്കിളിനെ റിമൂവ് ചെയ്യാനായിട്ട് മെറ്റലർജിക്കൽ പ്രോസസ്സുകളിൽ, മെറ്റലിൻ്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സുകളിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റാൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ്. ഓക്കെ, അതായത് ഗ്യാങ് പാർട്ടിക്കിൾസിനെ, ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള സബ്സ്റ്റാൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ഫ്ലക്സ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലക്സും ഗ്യാങ്ങും രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം സിലിക്കേറ്റ് ഫോം ചെയ്യും. ഈ ഫോം ചെയ്യുന്ന കാൽഷ്യം സിലിക്കേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്ലാഗ് എന്നാണ് വിളിക്കുക. ഓക്കെ, കാൽഷ്യം സിലിക്കേറ്റ് സ്ലാഗ് ഫോം ചെയ്തു. അപ്പോൾ ഫ്ലക്സ്, ഗ്യാങ് രണ്ടും കൂടി റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് സ്ലാഗ്. ഓക്കെ, കാൽഷ്യം സിലിക്കേറ്റ്. ഇനി നമുക്ക് അടുത്തൊരു റിയാക്ഷൻ നോക്കാം. അതായത് കാൽഷ്യം ഓക്സൈഡ് എങ്ങനെയാണ് ഫോസ്ഫറസിൻ്റെ കോമ്പൗണ്ട് ആയിട്ടുള്ള P4O10 റിയാക്ട് ചെയ്യുന്നത്. കാൽഷ്യം ഓക്സൈഡ് പ്ലസ് P4O10. ഓക്കെ, ഫോസ്ഫറസിൻ്റെ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ഈ P4O10 ആക്ച്വലി നമ്മൾ വിളിക്കാറുള്ളത് ഫോസ്ഫറസ് പെൻഡോക്സൈഡ് എന്നാണ് വിളിക്കാറുള്ളത്. കാരണം P2O5 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഡൈമറൈസ് ചെയ്തിട്ടാണ് ഏത് ഫോം ചെയ്യുന്നത്, P4O10 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ റിയാക്ഷൻ നമുക്ക് നോക്കാം. കാൽഷ്യം ഓക്സൈഡ് പ്ലസ് P4O10. ഓക്കെ, രണ്ടും കൂടി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റ് ആയിരിക്കും. കാൽഷ്യം ഫോസ്ഫേറ്റിൻ്റെ ഫോർമുല എന്താ, Ca3PO4 ട്വൈസ് എന്നായിരിക്കും. ഓക്കെ, കാൽഷ്യം ഫോസ്ഫേറ്റ് Ca3PO4 ട്വൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമുക്ക് ബാലൻസ് ചെയ്ത് എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ 3CaO എന്ന് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് അവിടെ കാൽഷ്യം ഫോസ്ഫേറ്റ് Ca3PO4. ഓക്കെ, അപ്പോഴും ബാലൻസ് ആവില്ല. ഇവിടെ ഓക്സിജൻ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ എത്ര കാൽഷ്യം വേണ്ടി വരും, ഇവിടെ ടോട്ടൽ 6, ദെൻ ഇവിടെ 6. ഓക്കെ, ഇവിടെ 6 CaO പ്ലസ് P4O10 ഗീവ്സ് 2Ca3PO4 ട്വൈസ് എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമുല വരിക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഓക്സിജൻ 6 എണ്ണം ഉണ്ട്, ഇവിടെ 10 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആണെങ്കിൽ ടോട്ടൽ 8, ദെൻ ഇവിടെ ടോട്ടൽ 16 ആയി. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 16 വരുന്നത്. ഫോസ്ഫറസ് ഇവിടെ 4 എണ്ണം, അവിടെ 4 എണ്ണം. ഓക്കെ, ദെൻ ഇവിടെ കാൽഷ്യം 6, അവിടെ 6. ഓക്കെ, അപ്പോൾ ബാലൻസിലാണ്. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ. 6CaO പ്ലസ് P4O10 ഗീവ്സ് 2Ca3PO4 ട്വൈസ് കാൽഷ്യം ഫോസ്ഫേറ്റ്. ഓക്കെ, അപ്പോൾ കാൽഷ്യം ഫോസ്ഫേറ്റ് പറഞ്ഞു. ഇനി ഞാൻ ഇവിടെ ഒരു പോയിന്റ് നിങ്ങളോട് മുമ്പ് പറഞ്ഞിരുന്നു, കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ്. അത് ഇതിനോടൊപ്പം ചേർത്തൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന് പറയുമ്പോൾ Ca3PO4 ട്വൈസ്. ഓക്കെ, ഡോട്ട് CaOH ട്വൈസ്. ഓക്കെ, ഇങ്ങനെയായിരുന്നു ഫോർമുല വന്നിരുന്നത്. 3Ca3PO4 ട്വൈസ് ഡോട്ട് CaOH ട്വൈസ്. ഇതിനെയാണ് കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന് വിളിക്കുക. നമ്മുടെ പല്ലിലൊക്കെ പ്രസന്റ് ആയിട്ടുള്ളത് കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് ആണ് എന്നൊരു പോയിന്റ് കൂടി പറഞ്ഞിരുന്നു. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ അടുത്തത് വേറൊരു പോയിന്റിലേക്ക് വരിക. നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്ത് പോവുക. അതായത് P4O10. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ P4O10 ഉണ്ടല്ലോ, ഈ P4O10ലേക്ക് ഒന്ന് നമുക്ക് പോവാം. ഈ ഫോസ്ഫറസ് പെൻഡോക്സൈഡ് എന്ന് പറയുന്നതിൻ്റെ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതായത് ഇവൻ ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നത് P2O5 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഡൈമറൈസ് ചെയ്ത് നിൽക്കുന്നതാണ് ഏത് കോമ്പൗണ്ടായിട്ട്, P4O10 എന്നായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ P4O10 എന്ന് വരുമ്പോൾ ഇവൻ്റെ സ്ട്രക്ചർ ഇതുപോലെയായിരിക്കും. അതായത് 4 ഫോസ്ഫറസ്. ഓക്കെ, 4 ഫോസ്ഫറസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. ഇവരുടെ ഓരോന്നിൻ്റെ ഇടയിൽ ഓക്സിജൻ പ്രസൻ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, എല്ലാ ഫോസ്ഫറസിൻ്റെ ഇടയിൽ ഓക്സിജൻ വഴി ലിങ്ക് ഉണ്ടാവും. അതായത് POP ലിങ്കുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. ഫോസ്ഫറസ് ഓക്സിജൻ, ഓക്കെ, POP ലിങ്കുകൾ. ദെൻ അടുത്തത് വീണ്ടും ഈ ഫോസ്ഫറസും ഇവിടെ
ഫോസ്ഫറസ് കണ്ടോ. അപ്പോൾ എല്ലാ ഫോസ്ഫറസിനെയും എന്ത് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, എല്ലാ ഫോസ്ഫറസിൻ്റെയും അവിടെ അതായത് POP ബോണ്ടുകൾ കാണാം. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 4 ഓക്സിജനാണ് വരിക. ഇപ്പോൾ മൊത്തം 6 ഓക്സിജനായി, 1 2 3 4 5 6 ഓക്സിജനായി. ദെൻ ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ. ഓക്കെ, അപ്പോൾ ഈ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് P4O10. ഓക്കെ, ഇങ്ങനെയാണ് സ്ട്രക്ചർ വരിക P4O10. അപ്പോൾ ഈ P4O10 എന്ന് പറയുന്ന മോളിക്യൂള് കാൽഷ്യം ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, Ca3PO4 ട്വൈസ് എന്ന് ഫോം ചെയ്യുന്നത്, അതായത് കാൽഷ്യം ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് കാൽഷ്യം ഓക്സൈഡിൻ്റെ റിയാക്ഷൻസ് ആണ് പ്രധാനമായിട്ട് കണ്ടത്. ഇനി കാൽഷ്യം ഓക്സൈഡിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ്, കാൽഷ്യം ഓക്സൈഡ് കഴിഞ്ഞു. ദെൻ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമുല CaOH ട്വൈസ്, CaOH ട്വൈസ്. ഓക്കെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതായത് കാൽഷ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറും, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ് എന്നായിട്ട് മാറും. കാൽഷ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് കാൽഷ്യം കാർബണേറ്റ് CaCO3 എന്നായിട്ട് മാറും. ഓക്കെ, കാൽഷ്യം കാർബണേറ്റ് CaCO3 എന്നായിട്ട് മാറും. ഈ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സ്ലൈക്കഡ് ലൈം. ഓക്കെ, സ്ലൈക്കഡ് ലൈം. സ്ലൈക്കഡ് ലൈമിലേക്ക് നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ് മിൽക്കി കളറിലായിരിക്കും ഫോം ചെയ്യുന്നത്. ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് സ്ലൈക്കഡ് ലൈമിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ മിൽക്കി ആയി തീരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്നത് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ മാർബിൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാവുന്ന പേര് എന്താ വിളിക്കുക, ലൈംസ്റ്റോൺ. ഓക്കെ, ലൈംസ്റ്റോൺ എന്ന് വിളിക്കാം. ലൈംസ്റ്റോൺ, മാർബിൾ, ഇതിൻ്റെയൊക്കെ ഫോർമുല വരുന്നത് കാൽഷ്യം കാർബണേറ്റ് CaCO3 എന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ CaCO3 എടുത്തിട്ട് CaCO3യിലേക്ക് വീണ്ടും നിങ്ങൾ എക്സസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്യാൻ വിചാരിക്കുക. CaCO3യുടെ ഒരു എക്വസ് സൊല്യൂഷൻ എടുത്തു. CaCO3യുടെ സൊല്യൂഷൻ എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ എക്സസ് ആയിട്ട് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് CaHCO3. ഓക്കെ, കാൽഷ്യം ബൈകാർബണേറ്റ് ആയിട്ട് മാറും. CaHCO3 ട്വൈസ്, കാൽഷ്യം ബൈകാർബണേറ്റ്. അപ്പോൾ 3 റിയാക്ഷൻസ് ആണ് ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞത്. ഒന്ന്, കാൽഷ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡായി മാറും. ദെൻ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റ് പ്ലസ് ഇതിനോടൊപ്പം തന്നെ അവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്തും ഫോം ചെയ്യേണ്ടതായിരിക്കും, വാട്ടർ. ഓക്കെ, പ്ലസ് H2O. ഈ സൊല്യൂഷനിലേക്ക് കാൽഷ്യം കാർബണേറ്റിൻ്റെ ഈ എക്വസ് സൊല്യൂഷനിലേക്ക് നിങ്ങൾ എന്ത് പാസ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വീണ്ടും പാസ് ചെയ്യുന്നു. അപ്പോൾ അതെന്തായിട്ട് മാറും, കാൽഷ്യം ബൈകാർബണേറ്റ് ആയി മാറും. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്ന റിയാക്ഷൻ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ക്ലോറിൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നാ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ് പ്ലസ് ക്ലോറിൻ. ഓക്കെ, ഇതുമായിട്ട് ക്ലോറിൻ റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി റിയാക്ട് ചെയ്ത് ഇവിടെ CaOCl2 എന്ന് ഫോം ചെയ്യും. കാൽഷ്യം ഓക്സിക്ലോറൈഡ്, കാൽഷ്യം ഓക്സിക്ലോറൈഡ് പ്ലസ് H2O. ഓക്കെ, പ്ലസ് H2O ഇങ്ങനെയാണ് വരിക, കാൽഷ്യം ഓക്സിക്ലോറൈഡ്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ CaOCl2 ഫോം ചെയ്തു. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് മറ്റ് ബുക്കുകളിലൊക്കെ നോക്കി കാണാം CaOCl ട്വൈസ് ഫോം ചെയ്തു എന്ന്. ഓക്കെ, അതായത് 2 കോമ്പൗണ്ടുകളുണ്ട്, CaOCl2 എന്നുണ്ട്, അതേപോലെ തന്നെ CaOCl ട്വൈസ് ഉണ്ട്, CaOCl2. ഈ കോമ്പൗണ്ട് നമ്മൾ വിളിക്കുന്ന പേര് കാൽഷ്യം ഓക്സിക്ലോറൈഡ്, കാൽഷ്യം ഓക്സിക്ലോറൈഡ്. ദെൻ CaOCl ട്വൈസ്, ഇതിനെ വിളിക്കുന്ന പേര് കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്, കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. അപ്പോൾ 2 കോമ്പൗണ്ടുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് കാൽഷ്യം ഓക്സിക്ലോറൈഡ്, 2 കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. ഓക്കെ, അപ്പോൾ ഇവരുടെ 2 പേരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടുകളിൽ ഇവർക്ക് 2 പേർക്കും ബ്ലീച്ചിങ് ആക്ഷൻ ഉണ്ട്. കാൽഷ്യം ഓക്സിക്ലോറൈഡിനായാലും കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റിനായാലും 2 പേർക്കും ബ്ലീച്ചിങ് ആക്ഷനുള്ള ആൾക്കാരാണ്. ഇതിൽ ഈ കാൽഷ്യം ഓക്സിക്ലോറൈഡിൻ്റെ ഒരു പ്രത്യേകത കാണിച്ചു തരാം, നോക്കിക്കോളൂ. കാൽഷ്യം ഓക്സിക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അവൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരിക, കാൽഷ്യം ക്ലോറിൻ ദെൻ ഓക്സിജൻ ക്ലോറിൻ, ഇങ്ങനെയായിരിക്കും സ്ട്രക്ചർ വരിക. ഈ സ്ട്രക്ചറിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ
ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് -1, കാൽഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +2, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് -2, ദെൻ ഈ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് എഗെയിൻ എന്തായിരിക്കും ഇവിടെ +1 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ക്ലോറിൻ ഇവിടെ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് കാൽഷ്യം ഓക്സി ക്ലോറൈഡ് എന്ന് പറയുന്നത്. കാൽഷ്യം ഓക്സി ക്ലോറൈഡിലത്തെ ഒരു സ്ഥലത്ത് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആയിരിക്കും. കാരണം ഇവിടെ ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഓക്സിജൻ ആയിട്ടാണ്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ ക്ലോറിനേക്കാൾ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. ഓക്കെ, -2ഉം ഇവിടെ +1 ആയിരിക്കും വരിക. ഇങ്ങനെയാണ് വരിക. ഇനിയിപ്പോൾ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റിൻ്റെ കേസ് നോക്കി എന്ന് വിചാരിക്കുക. കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് CaOCl ട്വൈസ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ കാൽഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+. ഓക്കെ, കാൽഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+. ഈ OCl എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് -1 ആയിരിക്കും. OClന്റെ ഓവറോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1. അങ്ങനത്തെ 2 ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനത്തെ 2 ഉണ്ട്. ഓക്കെ, 2 ഉണ്ട്. അപ്പോൾ ഇവരുടെ ഓവറോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുമ്പോൾ എന്തായിരിക്കും? -2 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 0 ആയിപ്പോയി. ഇതിൻ്റെ ടോട്ടൽ 0 ആയിപ്പോയി. അതായത് ഇവിടെ ഒരു സ്ഥലത്ത് കാൽഷ്യത്തിൻ്റെ മാത്രം നോക്കുമ്പോൾ +2ഉം ഇവൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവൻ്റെ മാത്രം, അതായത് OClന്റെ മാത്രം -1. അപ്പോൾ അങ്ങനത്തെ 2 ഉണ്ട്. സോ ഓവറോൾ -2 വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അതിലത്തെ OCl മാത്രം ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. ആ OCl മാത്രം ഇങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് OCl ഇതിൻ്റെ മൊത്തം വരുന്നത് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലത്തെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് -2 ആണ്. അപ്പോൾ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും വരുന്നുണ്ടാവുക? ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 വന്നാലേ ഇവിടെ എന്ത് വരുള്ളൂ? 1 - 2 -1 എന്ന് വരുള്ളൂ. അപ്പോൾ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ടിലത്തെ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആയിരിക്കും. ഓക്കെ, കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റിലത്തെ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ കോമ്പൗണ്ടുകൾ വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഏതൊക്കെ കഴിഞ്ഞപ്പോൾ? കാൽഷ്യം ക്ലോറൈഡ് കഴിഞ്ഞു, ദെൻ അത് കഴിഞ്ഞപ്പോൾ കാൽഷ്യം ഓക്സൈഡ് കഴിഞ്ഞു, ദെൻ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കഴിഞ്ഞു. ഓക്കെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ കണ്ടീഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എങ്ങനെയാണ് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ 2 കണ്ടീഷൻസാണ് നോക്കിയത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, കാൽഷ്യം കാർബണേറ്റ് CaCO3. കാൽഷ്യം കാർബണേറ്റ് CaCO3. ഓക്കെ, അപ്പോൾ ഈ കാൽഷ്യം കാർബണേറ്റ് ആദ്യം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം കാൽഷ്യം ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് മാറാം? കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടറിനായിട്ട് മാറാം. ഓക്കെ, അടുത്തൊരു പ്രിപ്പറേഷൻ മെത്തേഡ്. അല്ലെങ്കിൽ പിന്നെ പറയാവുന്ന അടുത്തൊരു മെത്തേഡ് കാൽഷ്യം ക്ലോറൈഡ് എടുത്തിട്ട് കാൽഷ്യം ക്ലോറൈഡ് അമോണിയം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യാന്ന് ഇരിക്കുക. NH4 ട്വൈസ് CO3. അമോണിയം കാർബണേറ്റുമായിട്ട് കാൽഷ്യം ക്ലോറൈഡ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് അമോണിയം ക്ലോറൈഡ് NH4Cl 2NH4Cl പ്ലസ് CaCO3. ഓക്കെ, 2NH4Cl പ്ലസ് CaCO3. അങ്ങനെ കാൽഷ്യം കാർബണേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് അടുത്തൊരു മെത്തേഡ്. ദെൻ ഈ കാൽഷ്യം കാർബണേറ്റ് നേരത്തെ പറഞ്ഞു 1200 കെൽവിൻ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ആദ്യം പ്രിപ്പറേഷൻ മെത്തേഡ്, ദെൻ ഇനി അടുത്തത് അവൻ്റെ പ്രോപ്പർട്ടീസിൽ ഒന്നാമത്തെ പോയിന്റ് കാൽഷ്യം കാർബണേറ്റ് 1200 കെൽവിനിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് മാറും? കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നായിട്ട് മാറും. ഓക്കെ, ഇത്രയാണ് നമുക്ക് കാൽഷ്യം കാർബണേറ്റിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് വരുന്നത്, അവൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. പിന്നെ കാൽഷ്യം കാർബണേറ്റിൻ്റെ പ്രധാനപ്പെട്ട യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കാൽഷ്യം കാർബണേറ്റ് മാർബിളിൽ പ്രസൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റ് എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. ലൈം സ്റ്റോൺ എന്ന് അറിയപ്പെടുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കാൽഷ്യം കാർബണേറ്റ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് കാൽഷ്യത്തിൻ്റെ കോമ്പൗണ്ടുകളിൽ അടുത്തായിട്ട് നോക്കാനുള്ളത് ജിപ്സം. ഓക്കെ, ജിപ്സത്തിൻ്റെ ഫോർമുല CaSO4.2H2O. ഓക്കെ, CaSO4.2H2O. കാൽഷ്യം സൾഫേറ്റ് ഫോർമുല വരുന്നത് CaSO4.2H2O.
ഓക്കെ, കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് ആയിരിക്കുന്ന സമയത്ത് ആ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിപ്സം. ഓക്കെ, കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് ആയിരിക്കുന്ന സമയത്ത് ആ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിപ്സം. ഓക്കെ, ഇനി ഈ ജിപ്സത്തിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അതായത് നിങ്ങൾ കാൽഷ്യം ക്ലോറൈഡ് എടുക്കണം. കാൽഷ്യം ക്ലോറൈഡ് എടുത്തിട്ട് അവനെ നമ്മൾ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. പ്ലസ് H2SO4 ഗീവ്സ് ഇവിടെ എന്ത് ഫോം ചെയ്യും? കാൽഷ്യം സൾഫേറ്റ് CaSO4 പ്ലസ് 2HCl. ഓക്കെ, ഈ കാൽഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് സോലുബിൾ ആവില്ല, ഇതിവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഓക്കെ, കാൽഷ്യം സൾഫേറ്റ് ഫോം ചെയ്യുന്നത് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഇനി അടുത്തായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ കാൽഷ്യം സൾഫേറ്റ്, അതായത് നമ്മൾ പറയുന്ന ജിപ്സം. ഓക്കെ, ഈ ജിപ്സം എടുത്തിട്ട് നിങ്ങൾ അവനെ ഹീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എത്ര ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്നു? ഏകദേശം 393 കെൽവിൻ. ഓക്കെ, 393 കെൽവിൻ ടെമ്പറേച്ചറിൽ നമ്മൾ ജിപ്സം ഹീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ജിപ്സം ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് CaSO4.12H2O എന്നായിട്ട് മാറും. ഓക്കെ, CaSO4.12H2O. CaSO4.12H2O എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നാണ്. ഓക്കെ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പോൾ CaSO4.2H2O എന്ന് പറഞ്ഞാൽ കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് ജിപ്സം. ജിപ്സത്തിന് നിങ്ങൾ 393 കെൽവിൻ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കം CaSO4.12H2O വിച്ച് ഈസ് കോൾഡ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തിട്ട് അവനെ വീണ്ടും നിങ്ങൾ ഹീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. CaSO4.12H2O ഇവരെ നിങ്ങൾ വീണ്ടും ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്നത് എബവ് 393 കെൽവിൻ. ഓക്കെ, 393 കെൽവിൻ്റെ മുകളിൽ ഇവനെ ഹീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് CaSO4. ഓക്കെ, കാൽഷ്യം സൾഫേറ്റ് ആയി മാറും. അതായത് അൺഹൈഡ്രസ് ആയിട്ടുള്ള കാൽഷ്യം സൾഫേറ്റ്. ഈ അൺഹൈഡ്രസ് ആയിട്ടുള്ള കാൽഷ്യം സൾഫേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. അൺഹൈഡ്രസ് ആയിട്ടുള്ള കാൽഷ്യം സൾഫേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. ഓക്കെ, ഇത്രയാണ് നമുക്ക് കാൽഷ്യം സൾഫേറ്റിനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്. അപ്പോൾ കാൽഷ്യം സൾഫേറ്റ് ആദ്യം ഫോം ചെയ്യുന്നത് കാൽഷ്യം ക്ലോറൈഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ്. ദെൻ ഈ ഫോം ചെയ്യുന്ന കാൽഷ്യം സൾഫേറ്റിനെ ജിപ്സത്തിനെ നമ്മൾ 393 കെൽവിനിൽ ചൂടാക്കുകയാണെങ്കിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയി മാറും. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഫോർമുല CaSO4.12H2O എന്നാണ്. ഓക്കെ, ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ നിങ്ങൾ വീണ്ടും എബവ് 393 കെൽവിനിൽ നിങ്ങൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് CaSO4. അപ്പോൾ അൺഹൈഡ്രസ് ആയിട്ട് മാറും. ഓക്കെ, അൺഹൈഡ്രസ് ആയിട്ടുള്ള കാൽഷ്യം സൾഫേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ നോക്കിയത് സോഡിയത്തിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടും കാൽഷ്യത്തിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സും കണ്ടു. ഇനി നമുക്കൊരു പോയിന്റ് കൂടി നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്ക് സിമൻറ്റ്. ഓക്കെ, സിമൻറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നോ, ഓക്കെ, സിമൻറ്റിൽ ഏതൊക്കെ കമ്പോണൻസ് പ്രസൻ്റ് ആയിട്ടുണ്ടെന്നുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സിമൻറ്റ് കണ്ടുപിടിച്ചത് ജോസഫ് ആസ്പിഡിനാണ് സിമൻറ്റ് കണ്ടുപിടിച്ചത്. ഓക്കെ, 1824 ജോസഫ് ആസ്പിഡിനാണ് സിമൻറ്റ് കണ്ടുപിടിച്ചത്. ഓക്കെ, ജോസഫ് ആസ്പിഡിൻ. ഓക്കെ, ജോസഫ് ആസ്പിഡിനാണ് സിമൻറ്റ് കണ്ടുപിടിച്ചത്. അദ്ദേഹം കണ്ടുപിടിച്ച സിമൻറ്റിനെ അറിയപ്പെടുന്ന പേര് പോർട്ട്ലാൻഡ് സിമൻറ്റ് എന്നാണ് അറിയപ്പെടുക. കാരണം ഇംഗ്ലണ്ടിലെ പോർട്ട്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പോർട്ട്ലാൻഡ് സിമൻറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്, പോർട്ട്ലാൻഡ് സിമൻറ്റ്. ഓക്കെ, ഈ പോർട്ട്ലാൻഡ് സിമൻറ്റിൽ പ്രധാനമായിട്ടും പ്രസൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഓക്കെ, ഇതിലത്തെ കമ്പോണൻസ് ആണ് അടുത്തായിട്ട് പഠിക്കേണ്ടത്. അതായത് കാൽഷ്യം ഓക്സൈഡ്. കാൽഷ്യം ഓക്സൈഡ് പ്രസൻ്റ് ആയിട്ടുള്ളത് 50 to 60%. ദെൻ SiO2 സിലിക്ക പ്രസൻ്റ് ആയിട്ടുള്ളത് 20 to 25%. ദെൻ Al2O3 Al2O3 ഈസ് അലുമിന പ്രസൻ്റ് ആയിട്ടുള്ളത് 5 to 10%. ദെൻ അടുത്തത് മെഗ്നീഷ്യം ഓക്സൈഡ് പ്രസൻ്റ് ആയിട്ടുള്ളത് 2 to 3%. ദെൻ Fe2O3 ഈസ് കോൾഡ് ഹാമറ്റൈറ്റ് പ്രസൻ്റ് ആയിട്ടുള്ളത് 1 to 2%. ഓക്കെ, ദെൻ അടുത്തത് SO3. ഓക്കെ, ദെൻ 1 to 2% SO3. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് പറയുന്നത് ഒരു ഗുഡ് ക്വാളിറ്റി സിമൻറ്റ് നിർമ്മിക്കണം എന്ന് വിചാരിക്കുക. അതായത് നല്ല ക്വാളിറ്റിയുള്ള ഒരു സിമൻറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ അവിടുത്തെ പെർസെൻറ്റേജ് എങ്ങനെയായിരിക്കണം? അതായത് സിലിക്കയും അലുമിനയും തമ്മിലുള്ള അലുമിന ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ 2.5 to 4. ഈ റേഷ്യോൻ്റെ ഇടയിൽ വരികയാണെങ്കിലായിരിക്കും ഒരു ഗുഡ് ക്വാളിറ്റി സിമൻറ്റ് വരിക. ഒന്നാമത്തെ കണ്ടീഷൻ. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് കാൽഷ്യം ഓക്സൈഡും ഓക്കെ പിന്നെ ടോട്ടൽ SiO2 അലുമിന
Fe2O3. ഓക്കെ, കാൽഷ്യം ഓക്സൈഡ് ഒരു ഭാഗത്ത്, ദെൻ അപ്പുറത്തെ ഭാഗത്ത് ആരൊക്കെയാണ് ടോട്ടലായിട്ട് വരുന്നത്? ഒന്ന് കാൽഷ്യം ഓക്സൈഡ് കഴിഞ്ഞ് പിന്നെ ഇവിടെ Al2O3, SiO2, FeO. ഓക്കെ, അപ്പോൾ ഒരു സൈഡിൽ കാൽഷ്യം ഓക്സൈഡ്, വൺ സൈഡ് കാൽഷ്യം ഓക്സൈഡ്, അപ്പുറത്തെ സൈഡിൽ Al2O3, ഓക്കെ, SiO2, Fe2O3. ഓക്കെ, ഇത് മൂന്നും കൂടി എത്ര റേഷ്യോയിൽ വരണം? പ്രസന്റ് ആയിട്ടുള്ളത് 2. ഓക്കെ, ഏകദേശം 2 എന്നുള്ള റേഷ്യോയിൽ വരണം. ഓക്കെ, കാൽഷ്യം ഓക്സൈഡും അതേപോലെ തന്നെ ഇപ്പുറത്ത് ഇത് മൂന്നും കൂടി നമുക്ക് എത്രയിൽ വരണം? ആസ് ക്ലോസ് ടു പോസിബിൾ ടു 2 എന്നുള്ള റേഞ്ചിലാണ് നമുക്ക് വരേണ്ടത്. ഒരു റേഷ്യോ 2 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു ഗുഡ് ക്വാളിറ്റി സിമെൻറ്റ് കിട്ടും. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഒരു കണ്ടീഷൻ വരുന്നത്. നിർമ്മിച്ച ആളുടെ പേര് ജോസഫ് ആസ്പിരിൻ, പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ദെൻ അതിലത്തെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നും ഗുഡ് ക്വാളിറ്റി സിമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് റേഷ്യോയിൽ അല്ലെങ്കിൽ ഏത് ഒരു പെർസെൻറ്റേജിലേക്ക്, ഓക്കെ, ഏത് പെർസെൻറ്റേജിൽ വരണം? ഏകദേശം 2% വരുന്ന സമയത്താണ് അവിടെ ഗുഡ് ക്വാളിറ്റി സിമെൻറ്റ് വരുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത കണ്ടീഷൻ. ഇനി അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ സിമെൻറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യുന്നത് സിമെൻറ്റ് ക്ലിങ്കർ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം എന്താ ചെയ്യുന്നത്? സിമെൻറ്റ് ക്ലിങ്കർ പ്രൊഡ്യൂസ് ചെയ്യും. സിമെൻറ്റ് ക്ലിങ്കർ എങ്ങനെയാണ് സിമെൻറ്റ് ക്ലിങ്കർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ ക്ലേ ഉണ്ടല്ലോ, ക്ലേ. ഓക്കെ, ക്ലേയിലത്തെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് SiO2 ആണ്, സിലിക്ക. ഓക്കെ, സിലിക്ക ആൻഡ് ലൈം. ഓക്കെ, ലൈം ആർ സ്ട്രോങ്ലി ഹീറ്റഡ് ടുഗദർ ആൻഡ് ദേ ഫ്യൂസ് ടു റിയാക്ട് ടു ഫോം സിമെൻറ്റ് ക്ലിങ്കർ. ഓക്കെ, അപ്പോൾ സിമെൻറ്റ് ക്ലിങ്കർ ഫോം ചെയ്യുന്നത് ക്ലേയും അതേപോലെ തന്നെ ലൈമും കൂടി നിങ്ങൾ സ്ട്രോങ്ലി ഹീറ്റ് ചെയ്തിട്ടായിരിക്കണം എന്ത് ഫോം ചെയ്യുന്നത്? സിമെൻറ്റ് ക്ലിങ്കർ. അങ്ങനെ സിമെൻറ്റ് ക്ലിങ്കർ കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾ 2 to 3% ജിപ്സം ആഡ് ചെയ്ത് കൊടുക്കണം. 2 to 3% ജിപ്സം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ജിപ്സത്തിൻ്റെ ഫോർമുല തൊട്ട് മുമ്പ് കണ്ടു, കാൽഷ്യം സൾഫേറ്റ് CaSO4.2H2O. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിലേക്ക് ജിപ്സം ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ അവിടെ ഫോം ചെയ്യും? സിമെൻറ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ സിമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജിപ്സം ആഡ് ചെയ്യുന്നത്? ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജിപ്സം ആഡ് ചെയ്യുന്നത് എന്നുള്ള കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോർട്ട്ലാൻഡ് സിമെൻറ്റിലെ ഓരോ കമ്പോണൻറ്റിൻ്റെയും റേഷ്യോ നോക്കാം. ഓക്കെ, ജിപ്സം ആഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് സെറ്റിലിംഗ് പ്രോസസ്സ് സ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? ജിപ്സം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ജിപ്സം ആഡ് ചെയ്യുന്നത് സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് സിമെൻറ്റിൻ്റെ സെറ്റിംഗ്? സോ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്. ഓക്കെ, കണക്ഷൻസ് നോക്കണം. ആദ്യം പറഞ്ഞു ജോസഫ് ആസ്പിരിൻ കണ്ടുപിടിച്ചു പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ആ പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കി. ദെൻ അതിനുശേഷം അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കുന്നു. പ്രിപ്പറേഷൻ നോക്കിയപ്പോൾ സിമെൻറ്റ് ക്ലിങ്കർ എന്താണെന്ന് കണ്ടു. സിമെൻറ്റ് ക്ലിങ്കർ ക്ലേയും അതേപോലെ തന്നെ ഹീറ്റ് ചെയ്തിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ക്ലേയും അതേപോലെ എന്തുവാണ് നമ്മൾ പറഞ്ഞത്? ക്ലേയും സിലിക്കയും കൂടി റിയാക്ട് ചെയ്തിട്ട്, സിലിക്ക പിന്നെ അതേപോലെ തന്നെ Al2O3 കാൽഷ്യം ഓക്സൈഡ് ഒക്കെ കൂടി ഹീറ്റ് ചെയ്തിട്ട്, ക്ലേ ആൻഡ് കാൽഷ്യം ഓക്സൈഡ്, ലൈം, ഇത് രണ്ടും കൂടി ഹീറ്റ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സിമെൻറ്റ് ക്ലിങ്കർ. അങ്ങനെ ഫോം ചെയ്യുന്ന സിമെൻറ്റ് ക്ലിങ്കറിലേക്ക് ജിപ്സം ആഡ് ചെയ്യുന്നു. അപ്പോൾ ജിപ്സം ആഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നോക്കി. ജിപ്സം ആഡ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് ടു സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ സെറ്റിംഗ് സ്ലോ ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? ഇതിലേക്ക് നമ്മൾ ജിപ്സം ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളൊരു കണ്ടീഷൻ കണ്ടു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്ത് സംശയം ഉണ്ടായി? സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സിമെൻറ്റ് ഹാർഡ് ആവുന്ന പ്രോസസ്സ്. ഓക്കെ, സിമെൻറ്റ് ഹാർഡ് ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് എന്ന് വിളിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിലേക്ക് കൂടുതലായിട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സിമെൻറ്റ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ കൂടുതൽ ഹൈഡ്രേഷൻ സംഭവിക്കും. അതായത് സിമെൻറ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റുകളാണല്ലോ Al2O3 പോലെയുള്ള കമ്പോണൻറ്റുകളൊക്കെ. ഇതിലേക്ക് വാട്ടർ കൂടുതൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവർ ഹൈഡ്രേറ്റഡ് ആവാനായിട്ട് തുടങ്ങും. Al2O3.2H2O എന്നും Al2O3.H2O എന്നും ഒക്കെ പറഞ്ഞിട്ട് ഹൈഡ്രേറ്റഡ് ആവാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസിനെ കൂടുതൽ അതിലേക്ക് വെക്കുമ്പോൾ കൂടുതൽ ഹൈഡ്രേറ്റഡ് ആവുന്നതിനനുസരിച്ച് അവർ കൂടുതലായിട്ട് ഹാർഡ് മാസ് ആവാനായിട്ട് തുടങ്ങും. ഓക്കെ, കൂടുതൽ ഹാർഡ് ആവാൻ തുടങ്ങും. അപ്പോൾ ആ ഹാർഡ് ആവുന്ന
പ്രോസസ്സ് സ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റിംഗ് ഓഫ് സിമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജിപ്സം ആഡ് ചെയ്യുന്നത്. ജിപ്സം അപ്പോൾ സെറ്റിംഗ് ഓഫ് സിമെന്റ് സ്ലോ ചെയ്യുന്നു. അതുവഴി എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരുന്നു. അതുവഴി കൂടുതൽ സെറ്റിംഗ് നടക്കുന്നു, കൂടുതൽ ഹാർഡായിട്ട് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെറ്റിംഗ് ഓഫ് സിമെന്റ് എന്ന് ഈ പ്രോസസ്സിനെ വിളിക്കുന്നു. ഓക്കെ, സെറ്റിംഗ് ഓഫ് സിമെന്റ്. ഇനി നമുക്കിതിൽ പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അവസാനത്തെ പോയിന്റ്, പോർട്ട്ലാൻഡ് സിമെന്റിലത്തെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ഏതൊക്കെയാണ്. പോർട്ട്ലാൻഡ് സിമെന്റിൽ പ്രസന്റ് ആയിട്ടുള്ള കമ്പോണന്റുകളിലത്തെ ഒന്നാമത്തെയാണ് ഡൈ കാൽഷ്യം സിലിക്കേറ്റ്. ഡൈ കാൽഷ്യം സിലിക്കേറ്റിന്റെ ഫോർമുല CA2SiO4 26%. ഓക്കെ, ഡൈ കാൽഷ്യം സിലിക്കേറ്റ്, ഡൈ കാൽഷ്യം സിലിക്കേറ്റ്. ദെൻ അടുത്തായിട്ട് വരുന്നത് ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. ട്രൈകാൽഷ്യം സിലിക്കേറ്റിന്റെ ഫോർമുല CA3SiO5. CA3SiO5 എത്ര പെർസെൻറ്റേജാ, 51%. 51% CA3SiO5. ഓക്കെ, ദെൻ ട്രൈകാൽഷ്യം അലുമിനേറ്റ്. ട്രൈകാൽഷ്യം അലുമിനേറ്റിന്റെ ഫോർമുല CA3Al2O6. CA3Al2O6 എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും, 11% പ്രസന്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മൂന്നെണ്ണാണ്. ഒന്ന് മോണോ കാൽഷ്യം, ആദ്യത്തെ ഫസ്റ്റത്തെ ഡൈ കാൽഷ്യം, ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രൈകാൽഷ്യം, ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ അവസാനം നമ്മൾ ലാസ്റ്റ് വൺ പറഞ്ഞത് ട്രൈകാൽഷ്യം അലുമിനേറ്റ്. ഓക്കെ, 2 സിലിക്കേറ്റുകളും ഒരു അലുമിനേറ്റും. ഇപ്പോൾ ഇതിൽ നിങ്ങൾ ട്രൈകാൽഷ്യം അലുമിനേറ്റ് നോക്കാമെന്ന് വിചാരിക്കുക. ട്രൈകാൽഷ്യം അലുമിനേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഫോർമുല എന്ത് വന്നു, Al2O3 വന്നു. ഓക്കെ, ദെൻ ട്രൈകാൽഷ്യം എന്ന് പറയുമ്പോൾ അവിടെ 3 CaO പ്രസന്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, 3 CaO. അപ്പോൾ ഫോർമുല നോക്കി നിങ്ങൾ, ഈ 3CaO.Al2O3 എന്ന് പറയുമ്പോൾ CA3. ഓക്കെ, കാൽഷ്യം 3 എണ്ണം ഉണ്ട്. ദെൻ അലുമിനിയം ഇവിടെ എത്ര എണ്ണം വന്നു, 2 എണ്ണം ഉണ്ട്. ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്. സോ Al2O6 എന്ന് വന്നു. CA3Al2O6. കണ്ടോ, ഇങ്ങനെയാണ് ട്രൈകാൽഷ്യം അലുമിനേറ്റ് വരുന്നത്. അപ്പോൾ ട്രൈകാൽഷ്യം അലുമിനേറ്റിൽ പ്രസന്റ് ആയിട്ടുള്ളത് 3 കാൽഷ്യം ഓക്സൈഡും 1 Al2O3 ആണ്. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് നോക്കുക. ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. ഓക്കെ, ട്രൈകാൽഷ്യം സിലിക്കേറ്റിൽ എങ്ങനെയായിരിക്കും വരിക, ട്രൈകാൽഷ്യം സിലിക്കേറ്റ് എന്ന് വരുമ്പോൾ SiO2, സിലിക്കയുടെ ഫോർമുല SiO2. ദെൻ ട്രൈകാൽഷ്യം എന്ന് പറയുമ്പോൾ 3 CaO. ഓക്കെ, 3 CaOയും SiO2. ഓക്കെ, അപ്പോൾ ഫോർമുല നോക്കിയാൽ നിങ്ങൾ CA3. ഓക്കെ, CA3Si, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്. സോ CA3SiO5. ഇങ്ങനെയാണ് ഈ ഫോർമുല വരുന്നത്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനും പഠിക്കണം. 3 CaOയും ദെൻ ഒരു SiO2. ഇവിടെ പെർസെൻറ്റേജ് വരുന്നത് 51%, ഇവിടുത്തെ പെർസെൻറ്റേജ് വരുന്നത് 11%. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഒരെണ്ണം കൂടി ഇവിടെ ലാസ്റ്റ് പറഞ്ഞത് ഏതായിരുന്നു, ഡൈകാൽഷ്യം സിലിക്കേറ്റ്. ഓക്കെ, ഡൈകാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്ന സമയത്ത്, ഡൈകാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ 2 കാൽഷ്യം ഓക്സൈഡും ഓക്കെ ഒരു SiO2 വരും. ഓക്കെ, ഒരു SiO2 വരും. ഫോർമുല നോക്കി നോക്കുക. അപ്പോൾ കാൽഷ്യം 2 എണ്ണം, Ca2 അല്ലേ, Si സിലിക്കൺ 1 എണ്ണം, ദെൻ ഓക്സിജൻ ഇവിടെ 2, ഇവിടെ 2, ടോട്ടൽ ഓക്സിജൻ 4 എണ്ണം. Ca2SiO4. Ca2SiO4. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ സിമെന്റിൽ നമ്മൾ ഇത്ര കാര്യമാണ് നോക്കേണ്ടത്. ആര് പ്രിപ്പയർ ചെയ്തു, ജോസഫ് ആസ്പിരിൻ. ദെൻ സിമെന്റിലത്തെ കമ്പോണൻസ് ഏതൊക്കെയാണ്, കംപ്ലീറ്റ് കമ്പോണൻസും അതിൻ്റെ പെർസെൻറ്റേജ് നോക്കി. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സിമെന്റ് ക്ലിങ്കർ, ക്ലേയും അതേപോലെ തന്നെ സിലിക്കയും, സിലിക്കയാണ് ക്ലേ. ഓക്കെ, ക്ലേയും ലൈമും രണ്ടും കൂടി ചേർന്നിട്ട് ഫ്യൂസ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് സിമെന്റ് ക്ലിങ്കർ. അതിലേക്ക് ജിപ്സം ആഡ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ സിമെന്റായി മാറി. സോ നമ്മൾ എന്തിന് ജിപ്സം ആഡ് ചെയ്തു, ജിപ്സം ആഡ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്, സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, സെറ്റിംഗ് ഓഫ് സിമെന്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി. സോ അപ്പോൾ നമുക്ക് സെറ്റിംഗ് ഓഫ് സിമെന്റ് എന്താണെന്ന് അറിയണം. സെറ്റിംഗ് ഓഫ് സിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമെന്റിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഹാർഡ് ആക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് സെറ്റിംഗ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സെറ്റിംഗ് ഓഫ് സിമെന്റ് എന്നും ക്ലിയർ ആയി. ഓക്കെ, ദെൻ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അവസാനമായിട്ട് നോക്കുകയാണ് പോർട്ട്ലാൻഡ് സിമെന്റിലത്തെ മെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണ്, എത്രയൊക്കെ പെർസെൻറ്റേജ് വരുന്നുണ്ട്. സോ അത് ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലുമിനേറ്റ്, ഇങ്ങനെ 3 എണ്ണമാണ് വരുന്നത്, ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അലുമിനിയത്തിൽ ഈ എസ് ബ്ലോക്ക് എലമെൻസിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നത്. ഓക്കെ.